ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് എന്തായാലും ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഒരു വിഷയം ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ടിയ അദ്വൈക് ചത്തമ്പുളം എന്ന് പറയുന്ന ആ ഒരു ചാനലിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ നേരെ തന്നെ വിഷയത്തിലോട്ട് പോവാം. ഇതൊക്കെ ഷെഫീന എന്ന് പറയുന്ന ഒരു ചാനലിൽ അവരുടെ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടു. അവരുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കും ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നിയത്. ആ ഒരു ഷെഫീന ഇത്ത എന്ന് പറയുന്ന ആൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ റിയാക്ഷൻ വീഡിയോ. അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് തോന്നിയത് സത്യമാണ്, അത് വാസ്തവമാണ് എന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലായി. കാരണം എനിക്കും കുഞ്ഞുണ്ട്. അപ്പോൾ അവളും ഫ്യൂച്ചറിൽ ഇതുപോലുള്ള ചാനലുകൾ കണ്ട് അവൾക്കും ചിലപ്പോൾ എനിക്കിതുപോലെ സാധനങ്ങൾ വേണം, അതുപോലെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മളുമായിട്ട് തല്ലുകൂടാൻ വീട്ടുകാരും അമ്മയുമായിട്ടും അച്ഛനുമായിട്ടൊക്കെ തല്ലുകൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ കുഞ്ഞാവുന്നതിന് മുമ്പേ ഈ ടിയ അദ്വൈക് ചാനലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോഴും നമുക്കൊന്നും തോന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കുഞ്ഞൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സീരിയസ്നെസ്സും ഇപ്പോൾ ഷെഫീനത്തെ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ്സൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ മാത്രമാണ്. കാരണം അത്രയ്ക്കും വലിയ കാര്യങ്ങളാണ് ആ ചാനൽ നടത്തുന്നത്. ഞാൻ പണ്ട് ഇവരുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പഠിത്തം റിലേറ്റഡ് വീഡിയോ അല്ലാത്ത അവരുടെ ട്രിപ്പ് വീഡിയോ, അതായത് കൊടൈക്കനാലിൽ ഇവർ ട്രിപ്പ് പോയ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടപ്പോഴും എനിക്ക് എനിക്ക് ഇതേപോലത്തെ ഒരു ഫീലിംഗ് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ഈ യൂട്യൂബ് ചാനലും ഇല്ല, പിന്നെ റിയാക്ഷൻ ഒന്നും ചെയ്യാനുള്ള ബോധവും ഇല്ല. പക്ഷെ ഇപ്പോൾ നല്ല റിയാക്ഷൻ ചെയ്യാനുള്ളൊരു ത്വര വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പിന്നെ എടുത്ത് വന്നത്. ഞാൻ അന്ന് ഇവരുടെ വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, അന്ന് ഇവർ ചോക്ലേറ്റ്സ് കൊടൈക്കനാലിൽ പോയിട്ട് ഒരുപാട് ചോക്ലേറ്റ്സ് അവർ വാങ്ങുന്നുണ്ട്. പല പല വെറൈറ്റി ചോക്ലേറ്റ്സ് വാങ്ങുന്നുണ്ട്. വില കൂടിയ ചോക്ലേറ്റ്സ്, വില കുറഞ്ഞ ചോക്ലേറ്റ്സ്, പക്ഷെ നോക്കും കാണുന്നില്ല, അങ്ങ് വാങ്ങിക്കൂട്ടുകയാണ്. അപ്പം എനിക്ക് തോന്നി ഇവരിത് കാണിക്കുമ്പം ഇതുപോലെ ചോക്ലേറ്റ്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവും. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊതിക്കും, അയ്യോ നമുക്ക് ഈ ഭാഗ്യം കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത. ഇപ്പോൾ നമുക്ക് ടിയ അദ്വൈക് ചത്തമ്പുളം എന്ന് പറയുന്ന ചാനലെ നമുക്ക് മൊത്തത്തിൽ അവരെ കുറ്റം പറയാനും പറ്റൂല. അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കുട്ടികൾക്ക് അവർ ഹാപ്പിനെസ് കൊടുക്കുന്നു, അതെല്ലാം അവരെടുത്ത് വീഡിയോ ആയിട്ട് ഇടുന്നു എന്നുള്ളതാണ് തെറ്റ്. അവർ കൊടുക്കുന്നു, അവരുടെ കുട്ടികളെ അവർ സന്തോഷിപ്പിക്കട്ടെ, എന്ത് ചെയ്യട്ടെ. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അവർ ഒരുപാട് ആലോചിച്ചിട്ട് വേണമായിരുന്നു അത് ഇടാൻ. കാരണം ഒരുപാട് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരുൾപ്പെടെ എല്ലാവരും ഇവരുടെ ചാനൽ കാണുന്നവരായിരിക്കുമല്ലോ. എന്തായാലും പാരൻസും കാണും. അപ്പോൾ അവർക്കും തോന്നും, അയ്യോ നമുക്ക് നല്ല ബെറ്റർ പാരൻസ് ആവാൻ പറ്റുന്നില്ലല്ലോ, ഇവരൊക്കെ കുട്ടികൾക്ക് എന്തുമാത്രം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, നമുക്കതിന് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അമ്മമാരിലും അച്ഛന്മാരിലും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു വീഡിയോയിൽ മര്യാദയ്ക്ക് ഇത്ര സാധനം വാങ്ങിക്കൊടുക്കുന്നത് മാത്രം ഇട്ടാൽ പോരെ. എല്ലാം വാങ്ങിക്കൂട്ടുന്നതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതില്ലായിരുന്നു. അത് ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഇടുന്ന ആൾക്കാർ ആലോചിക്കുക, ഈ വീഡിയോ ഇങ്ങനെ ഇടുമ്പോൾ മറ്റുള്ളവർ കുട്ടികൾ കാണുമ്പോൾ അവരും കൊതിക്കും. അവർക്കും ഉണ്ടേ കൊതി. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആവശ്യത്തിന് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ അവർ വിചാരിക്കും, അയ്യോ നമുക്ക് കുറവാണ്, ഇവർക്കൊക്കെ എന്തുമാത്രം സാധനമുണ്ട്. അങ്ങനൊരു കോംപ്ലക്സ് വരും പിള്ളേരുടെ ഉള്ളിൽ. ഈ പിള്ളേരുടെ ഉള്ളിൽ ഇത് വരുമ്പോൾ ഈ പിള്ളേരും വീട്ടുകാരുമായിട്ട് വിഷയങ്ങളാവും. അതൊരുപാട് ഫ്യൂച്ചർ പ്രശ്നങ്ങളിലെത്തും. അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ വീഡിയോ ഇടുമ്പോൾ കുറച്ചൊക്കെ ആലോചിച്ചും കണ്ടു വേണം നമ്മൾ വീഡിയോ ചെയ്യാൻ. നിങ്ങളുടെ കുട്ടികളാണ്, നിങ്ങളുടെ ചാനലാണ്, ഓക്കെ, എല്ലാം നിങ്ങളുടെ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ചാനലിലിടുന്ന വീഡിയോസ് മറ്റുള്ള സൊസൈറ്റിയിൽ ആൾക്കാർ എല്ലാവരും കാണുന്ന വീഡിയോ ആണ്. ഇത് മറ്റുള്ള കുട്ടികൾ കാണുമ്പോൾ അവർക്ക് ഇഷ്ടം തോന്നും, അവർക്കും ഇതുപോലെ ആകാൻ തോന്നും എന്നുള്ള ഒരു ചെറിയൊരു കോമൺ സെൻസ് ചിന്തിച്ചാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ ഷെഫീനത്തെ പറഞ്ഞത് ഇതിനായിട്ട് ചൈൽഡ് ലൈനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൊടുത്താലും ഇവർക്കൊരു നോട്ടിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ ഇവർക്ക് ഇതുപോലുള്ള വീഡിയോസിൽ ഇവരിങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഇവർ കുറയ്ക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ നമുക്ക് യൂട്യൂബിൻ്റെ കൈകളിലാണ്. യൂട്യൂബ് എന്തോ ചെയ്യും അതുപോലെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ കുട്ടികൾ ഇതൊക്കെയാണ് കണ്ട് വളരുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആക്കുമ്പോഴത്തേക്കും യൂട്യൂബിൽ തന്നെ യൂട്യൂബ് കിഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിൽ മാത്രം കുട്ടികളെ കേന്ദ്രീകരിക്കുക. ഈ യൂട്യൂബ് വ്ളോഗും യൂട്യൂബിലെ മറ്റു സംഭവങ്ങളൊന്നും കാണിച്ചു കൊടുത്ത് പിള്ളേരെ വഷളാക്കാതിരിക്കുക. മാക്സിമം യൂട്യൂബ് കിഡ്സ് ഓണാക്കി ഇടുക. അപ്പോൾ അതിൽ കാർട്ടൂണും പിള്ളേരുടെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ കാണത്തുള്ളൂ. ഇതുപോലത്തുള്ള വീഡിയോസൊന്നും അതിൽ വരത്തില്ല.
അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് പിള്ളേരെ ഇതിൽ നിന്ന് ഒഴിവാക്കുക, അല്ലാതെ വേറൊരു വഴിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ബൈ.